സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലപ്പത്ത് വൻ അഴിച്ചുപണി നടത്തി സർക്കാർ ഉത്തരവിറങ്ങി. പ്രധാന വകുപ്പുകളുടെ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് പുതിയ ചുമതലകളും അധിക ചുമതലകളും നൽകിയിരിക്കുന്നത്. B. അശോകനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും TV. അനുപമയെ ഗതാഗത സെക്രട്ടറിയായും നിയമിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായാണ് ദിവ്യ S. അയ്യരുടെ പുതിയ നിയമനം. N. പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാകും. ഇതിനു പുറമെ യുവജനകാര്യ, മൃഗശാല, മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. MG രാജമാണിക്യമാണ് പുതിയ KSCB ചെയർമാൻ. അച്ഛന്റെ ചിതയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഇരച്ചു കയറിയവരോടുള്ള ചന്തുവിന്റെ പ്രതികരണം സ്വാഭാവികം. പിന്തുണച്ച് റഹീം. നടൻ സലീംകുമാറിന്റെ അന്ത്യകർമ്മങ്ങൾക്കിടെ ഓൺലൈൻ ഹാൻഡിലുകളോട് രൂക്ഷമായി പ്രതികരിച്ച മകനും നടനുമായ ചന്തുവിനെ പിന്തുണച്ച് DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ A. റഹീം MP. അച്ഛന്റെ ചിതയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അതിവൈകാരിക നിമിഷത്തിൽ പോലും ക്യാമറകളുമായി ഇരച്ചു കയറിയവരോടുള്ള ചന്തുവിന്റെ പ്രതികരണം സ്വാഭാവികമാണെന്നും ഏതൊരാളും അങ്ങനെ പ്രതികരിക്കൂ എന്നും റഹീം MP പറഞ്ഞു. ടിനി ടോമിനെതിരായ പരാതി, അൻസിബ നാളെ മൊഴി നൽകും. നടൻ ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകാനായി അൻസിബ ഹസൻ നാളെ ഹാജരാകും. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് ഹാജരാകുന്നത്. ഇന്ന് ഹാജരാകാനായിരുന്നു പോലീസ് നിർദ്ദേശിച്ചത്. ഇന്ന് ഹാജരാകാൻ അൻസിബ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് നാളത്തേക്ക് മാറ്റിയത്. ഈ മാസം 1-ാം തീയതിയാണ് നടി ടിനി ടോമിനെതിരെ അൻസിബ പരാതി നൽകിയത്. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് ടിനിക്കെതിരെ അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയും. അഴകൊഴമ്പൻ നയം അവസാനിപ്പിക്കാൻ CPIM. വർഗീയ വിരുദ്ധതയിൽ സമീപകാലത്ത് പാർട്ടി സ്വീകരിച്ച അഴകൊഴമ്പൻ സമീപനം അവസാനിപ്പിക്കാൻ CPIM സംസ്ഥാന സമിതിയിൽ തീരുമാനം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാത്തരം വർഗീയതയോടും ഒരുപോലെ ശക്തമായി എതിർക്കാനും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറയാനും പാർട്ടി തീരുമാനിച്ചു. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ സമയബന്ധിതമായി തള്ളിപ്പറയാതിരുന്നതിൽ വീഴ്ച സംഭവിച്ചതായി പാർട്ടി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഇന്ന് മാത്രം സംസ്ഥാനത്തുടനീളം 10,853 പേരാണ് വിവിധ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടിയത്. ഏറ്റവും കൂടുതൽ പനിക്കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. 2,117 പേരാണ് മലപ്പുറത്ത് ഇന്ന് മാത്രം ചികിത്സ തേടിയത്. തൃശൂർ ജില്ലയിൽ 1000-ലധികം രോഗികൾ പനി ബാധിച്ച ആശുപത്രികളിൽ എത്തിയിട്ടുണ്ട്. പനി പടരുന്നതിനോടൊപ്പം എലിപ്പനിയും ഡെങ്കിപ്പനിയും ബാധിച്ച് സംസ്ഥാനത്ത് ഇന്ന് 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.